ഹലോ ഗൈസ്, നമസ്കാരം. പൈറോ മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ദീപാവലിയൊക്കെ അല്ലേ, സോ ഞാൻ വാങ്ങിയ കുറച്ച് വെറൈറ്റി ക്രാക്കേഴ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഈ ദീപാവലിക്ക് നമ്മൾ ഏകദേശം 6000 രൂപയ്ക്കാണ് ക്രാക്കേഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ ഐറ്റത്തിന്റെയും വിലയും മറ്റു വിവരങ്ങളും അതുപോലെ നമ്മൾ ഈ ക്രാക്കേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഷോപ്പിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്കിനി ഇതിന്റെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ മിനി പീകോക്ക് എന്ന് പറയുന്ന ഒരു ഫൗണ്ടെയിൻ ആണ് ഇരിക്കുന്നത്. ഇത് ഒരു ബോക്സിൽ 3 പീസായിട്ടാണ് വന്നേക്കുന്നത്. 140 രൂപയാണ്. 140 രൂപയാണ് നമുക്കിതിന് വിലയായിട്ടുള്ളത്. ഇത് 3 കളർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സെയിം കളർ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്കിതിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ബാർബി എന്ന് പറയുന്നൊരു ഫൗണ്ടെയിൻ ആണ്. ഇതും ഒരു ബോക്സിൽ 3 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതിന് 150 രൂപയാണ് വിലയായിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കാം. അടുത്തത് അതേ രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ട്രൈ കളർ ഫൗണ്ടെയിൻ ആണ്. ഇതൊരു ബോക്സിൽ 5 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് 230 രൂപയാണ് വിലയായിട്ടുള്ളത്. ഇത് എല്ലാം മൾട്ടി കളറാണ്. ഇതെല്ലാം 5 കളറായിരിക്കും. ചിലപ്പോൾ അത് മിക്സ് ആയിട്ടുള്ളത് കാണും, റെഡും ഗ്രീനും അങ്ങനെ കാണും. എന്തായാലും നമുക്കിത് പിന്നെ വർക്കിങ് നോക്കാം. അടുത്തതും രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ 4x4 വീലാണ്. ഇതിനെ 4x4 വീലെന്ന് മാത്രമല്ല ലോട്ടസ് വീൽ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയാണ്, ഒരു താമര വിരിയുന്ന പോലത്തെ ഒരു ഫംഗ്ഷൻ. നമ്മുടെ ചക്രം തന്നെയാണ്, പക്ഷേ ഇതിനൊരു ചക്രങ്ങളിൽ ഏറ്റവും കാണാനൊരു ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. നല്ലൊരു വെറൈറ്റി ഐറ്റമാണ്. ഇതിന് നമുക്ക് ഇതൊരു ബോക്സിൽ 5 പീസായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിതിന് ഒരു 170 രൂപ വിലയായിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫൈറ്റർ എന്ന് പറയുന്ന ഒരു 1 kg പേപ്പർ ബോംബാണ്. പേപ്പർ ബോംബ് നിങ്ങൾക്കറിയാതിരിക്കാൻ നേരത്തെ ഇതിൻ്റെ ഒരു 1/4 kg വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 kg ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1 kg ഇതുവരെ നമ്മൾ പൊട്ടിച്ചിട്ടില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് വില അയക്കുന്നത് 120 രൂപയാണ്. അടുത്തത് ബർമ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫ്ലവർ പോട്ട്, സൂപ്പർ ഡീലക്സ് ഫ്ലവർ പോട്ടാണ്. ഇത് ഒരു ബോക്സിൽ 2 പീസായിട്ടാണ് വരുന്നത്. നമുക്ക് 100 രൂപയാണ് ഈ ഒരു ബോക്സിനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബിഗ് സൈസ് തന്നെയാണ്. അങ്ങനത്തെ 2 പീസാണ് വന്നേക്കുന്നത്. അടുത്തത് PKS എന്ന് പറയുന്ന കമ്പനിയുടെ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻസി ഐറ്റമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയാണ്. നമ്മുടെ ചറപറ അല്ലെ പിരിവിരി എന്നൊക്കെ പറയുന്നൊരു ഐറ്റമാണ്. ഞാൻ കാണിച്ചു തരാം. പേപ്പറൊക്കെ ഉണ്ട്. ഇതുപോലത്തെ 10 പീസാണ് വരുന്നത്. ഇതിന് തിരിയൊന്നുമില്ലെന്ന് തോന്നുന്നു. ഉണ്ട്. ഇതുപോലത്തെ 10 പീസാണ് വരുന്നത്. ഇതിന് നമുക്ക് 35 രൂപയാണ് വില വന്നേക്കുന്നത്. ഇതുപോലത്തെ ഒരു 3 ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ശ്രീരുദ്ര ഫയർ വർക്സിൻ്റെ ഫ്ലവർ പോട്ട് ഡീലക്സ് ആണ്. നമ്മൾ മുമ്പേ കണ്ടത് സൂപ്പർ ഡീലക്സ് ആയിരുന്നു. ഇത് ഡീലക്സ്. അതിനെക്കാട്ടി ശകലം കൂടെ സൈസ് ചെറുതായിരിക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതൊരു ബോക്സിൽ 5 പീസായിട്ടാണ് വരുന്നത്. നമുക്കിതിന് 180 രൂപയാണ് വിലയായിട്ടുള്ളത്. ഇതുപോലത്തെ 5 പീസ് ആണ് വന്നേക്കുന്നത്. 180 രൂപയാണ് വില. ഞാൻ മറ്റേതുമായിട്ട് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. ഇതാണ് രണ്ടിൻ്റെ വലിപ്പം. ഇത് 2 പീസ് 100 രൂപയായിരുന്നു. ഇത് 5 പീസിന് 180 രൂപ. ഈ ശ്രീരുദ്ര ഫയർ വർക്സ് എന്ന് പറയുന്നത് ഒരു കേരള ബേസ്ഡ് കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. അടുത്തത് മാജിക് പോപ്സ് എന്ന് പറയും. ഇതിൻ്റെ രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ മാജിക് പോപ്സ്. ഇത് നമുക്ക് 180 രൂപയാണ് അയക്കുന്നത്. 5 പീസാണ്. ഒരു ബോക്സിൽ 5 പീസായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാം മൾട്ടി കളർ, പല കളർ പല ഫംഗ്ഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ചിറ്റ്പുട്ട് ഉണ്ടല്ലോ, കിറ്റ്കാറ്റ്, അതിൻ്റെ ഇച്ചിരിയുടെ ഒരു
സൈസുള്ള ടൈപ്പ് അങ്ങനത്തെ ആണെന്നാണ് തോന്നുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, ആ ഒരു മോഡലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പിന്നെ നോക്കാം. അടുത്തത് രാജിൻ്റെ തന്നെ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന, കിറ്റ്കാറ്റ് അല്ല, കിൻഡർ ജോയ്. രാജിൻ്റെ തന്നെ കിൻഡർ ജോയ് എന്ന് പറയുന്ന ഫൗണ്ടെയിൻസ് ആണ്. ഇത് 5 പീസാണ്. നമുക്ക് 220 രൂപ ഇതിന് വില അയക്കുന്നത്. 5 പീസുണ്ട്. 5 കളറാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഗോൾഡ്, അതുപോലെ ഇത് റെഡും ഗ്രീനും കൂടെ ഉള്ളതാണ്. ഗോൾഡ് തന്നെ, പിന്നെ ഗ്രീന്, റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്, റെഡും ഗ്രീനും കൂടെ ഉണ്ട്. അതുപോലെ ഗോൾഡ് ഉണ്ട്, ഗോൾഡ് 2 ഉണ്ട്. അടുത്തത് ശ്രീ സായി ഫയർ വർക്സിൻ്റെ ഗംഗാ ജമുനയാണ്. ഇത് ഒരു നല്ല ഐറ്റമാണ്. അതായത് ആദ്യം ഒരു നമ്മുടെ കൊരവപ്പൂവിൻ്റെ അല്ലെങ്കിൽ മേശപ്പൂവിൻ്റെ ഒക്കെ നമ്മൾ ഇപ്പോൾ കാണിച്ചില്ലേ ഫ്ലവർ പോട്ട്സ്, അതിൻ്റെ അതേ സെയിം ഫങ്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അതേ കൊരവപ്പൂവിൻ്റെ അതേ ഫങ്ഷനിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്തിട്ട് അവസാനം ഇതൊന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനത്തെ നല്ല സൗണ്ടോടുകൂടി തന്നെ ഇത് പൊട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തെങ്ങും പോയി നിൽക്കുകയൊന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് പിള്ളേരൊന്നും പോയി നിൽക്കരുത്, ഇച്ചിരി ഡേഞ്ചറാണ്. ഇത് പ്യുവർ വൈറ്റ് ആണ്. അതായത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആണ്. എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് നല്ല രസമാണ് കാണാൻ. ഇത് രാജിൻ്റെ റെഡ് കളർ ബിജിലിയാണ്. ഇത് അശോകിൻ്റെ സ്ട്രിപ്പിഡ് ബിജിലിയാണ്. 100 പീസിൻ്റെ പാക്കറ്റാണ്. റെഡിന് നമുക്ക് 70 രൂപയും അതുപോലെ സ്ട്രിപ്പിഡിന് 80 രൂപയാണ് അയക്കുന്നത്. ഇത് മെഗാ ഡീലക്സ് ബോംബാണ്. മെഗാ ഡീലക്സ് ബോംബ് ഇതൊരു സ്ക്വയർ ടൈപ്പിലാണ് തോന്നിയിരിക്കുന്നത്. നോക്കട്ടെ, ആണ്. ഇതാണ് മെഗാ ഡീലക്സ് ബോംബ്. ഇതുപോലത്തെ 10 പീസാണ് ഈ ബോക്സിൽ വന്നേക്കുന്നത്. 220 രൂപയാണ് ഈ ഒരു ബോക്സിന് വില വന്നേക്കുന്നത്. ഇതും ശ്രീരുദ്ര ഫയർ വർക്സിൻ്റെ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കേരള ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞില്ലേ, അത് ശ്രീരുദ്ര ഫയർ വർക്സിൻ്റെ ആണ്. ഇത് അശോക എന്ന് പറയുന്ന കമ്പനിയുടെ 6-in-1 സൂപ്പർ 6 എന്ന് പറയുന്നൊരു ഫ്ലവർ പോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. സൂപ്പർ 6 എന്ന് പറയുന്നൊരു ഫൗണ്ടെയിൻ മോഡൽ തന്നെയാണ്. അതായത് ഇതൊരു 6 കളറാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇമേജ് കാണിച്ചിരിക്കുന്നത് റെഡും ഗ്രീനും ഉണ്ട്, ഒരു യെല്ലോയും വൈറ്റും ഉണ്ട്, ഒരു നമ്മുടെ പിങ്ക് കളറുണ്ട്, അതുപോലെ വൈറ്റ്, പ്യുവർ വൈറ്റ് തന്നെ ഉണ്ട്, അതുപോലെ ഗോൾഡനും അതിൻ്റെ തന്നെ 2 മോഡലാണ് കാണിച്ചേക്കുന്നത്. അങ്ങനത്തെ 6-in-1 6 ഇതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഒരു മഡ് പോട്ടായിരിക്കും ഇതിനകത്ത് ഇരിക്കുന്നത്. അങ്ങനത്തെ മോഡലാകണം, കുറ്റിയായിരിക്കും, മഡിൻ്റെ കുറ്റിയായിരിക്കണം. എന്തായാലും ഇതിന് 450 രൂപയാണ് വില വന്നേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഐറ്റമാണ്. ഇത് അജന്ത എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മിനി പീക്കോക്കാണ്. ഇതിന് 250 രൂപയാണ് വന്നേക്കുന്നത്. ഇത് 5, അതായത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഇതിൻ്റെ വലുത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 5 1 2 3 4 5 അതെ 5 ഷെല്ലാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കത്തിച്ചാൽ മതി. ഈ മയിൽ പീല് വിരിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ഫങ്ഷനാണ്. നല്ല അടിപൊളി ഫങ്ഷനാണ് അതിൻ്റെ ഒരു യൂസർ മാനുവൽ പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെമോ കാർഡാണ് വെച്ചേക്കുന്നത്. ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഇളക്കിയിട്ട് ഈ ഭാഗത്ത് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡായിട്ട് ഇത് ഉപയോഗിക്കാം. അതായത് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് മാറ്റിയിട്ട് അടുത്ത് നോക്കാം. ഞാൻ വില പറഞ്ഞായിരുന്നല്ലോ അല്ലേ, 250 രൂപയാണ് ഇതിന് വില അയക്കുന്നത്. മൾട്ടി കളർ ആണെന്ന് തോന്നുന്നു. അടുത്തത് മണി ബാങ്ക്. ഇത് രാജെന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. ഇതിന് നമുക്ക് 150 രൂപയാണ് വില ആയിട്ടുള്ളത്. 2 പീസാണ് ഇതിനകത്തുള്ളത്.
ഇതുപോലത്തെ 2 കുറ്റിയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ തീ കൊളുത്തുന്നത്. മണ്ടയ്ക്കാന്ന് തോന്നുന്നു, അല്ല ഇത് തിരി കാണുന്നില്ല. അല്ലല്ല, സോറി, ഇതിൻ്റെ സൈഡിലാണ് തിരി കൊളുത്തുന്നത് കേട്ടോ. തീ കൊളുത്തുന്നത് ഇതിൻ്റെ സൈഡിലാണ് തീ കൊളുത്തുന്നത്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ടറിയണം. ഇത് മാറ്റാം. അടുത്ത ഒരു 5 പീസിൻ്റെ ഒരു സ്പിന്നറാണ്, കളർ സ്പിന്നറാണ്. ഇത് 5 കളറാണെന്നാണ് അറിഞ്ഞത്. നമ്മൾ കത്തിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഏതൊക്കെയാണ്. ചിലപ്പോൾ ഇത് ഒറ്റ കളർ തന്നെ ആയിരിക്കും. എന്തായാലും കളറാണ്. 5 പീസ്. ഇതിന് 100 രൂപയാണ് വില വന്നേക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് എടുത്ത ബിജിലി ഉണ്ടല്ലോ, ബീഡി പടക്കം, അതിൻ്റെ തന്നെ ഇച്ചിരിയുടെ വലിയ സൈസാണ്, ഇച്ചിരിയുടെ ബിഗ് സൈസാണ്. ഇത് 70 രൂപയാണ്. ഇതിന് ഡീലക്സ് ബിജിലി എന്നാണ് പറയുന്നത്. 25 പീസുണ്ട്. 25 പീസിന് 70 രൂപയാണ് വില അയക്കുന്നത്. ഇത് രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ പെൻഡ പ്ലസ് എന്ന് പറയുന്ന ഒരു പെൻഡ സ്കൈ ഷോട്ടാണ്. 1 ഇഞ്ച് സൈസ് വരുന്ന ഒരു പെൻഡ സ്കൈ ഷോട്ടാണ്. ഇത് 5 പീസാണ്. 5 കളറാണെന്ന് തോന്നുന്നു. 5 പീസാണ് ഇതിനകത്ത് വരുന്നത്. 220 രൂപയാണ് ഇതിൻ്റെ വില. അതുപോലെ തന്നെ ഫോക്കസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പെൻഡ കളർ ഡ്രോപ്സ് എന്ന് പറയുന്ന ഇതും ഒരു സ്കൈ ഷോട്ട് തന്നെയാണ്, പെൻഡ ഷോട്ട് തന്നെയാണ്. ഇത് 1 ഇഞ്ച് എല്ലാം തോന്നുന്നു. ഇത് 1.5 തോന്നുന്നു. അത് 3/4, ഇത് 1 ഇഞ്ച് വന്നു ആണെന്ന് തോന്നുന്നു ഷെല്ല് വരുന്നത്. ഈ ഒരു സൈസ് എത്ര തന്നെ ഉള്ളൂ, ബോക്സിന് അത്ര തന്നെ വരും സൈസ്. ഇത് 5 പീസാണ് പെൻഡ കളർ ഡ്രോപ്സ്. ഇതിന് 150 രൂപയാണ് വില അയക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ സ്പിന്നറാണ്, പ്ലാസ്റ്റിക് സ്പിന്നറാണ്. തറചക്രത്തിൻ്റെ തന്നെ പ്ലാസ്റ്റിക് കവറിങ് വരുന്നത്, മറ്റേ പേപ്പറല്ല, പ്ലാസ്റ്റിക്കാണ്. ഇത് തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ കിടന്ന് കറങ്ങിക്കോളും. അത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെ കിടന്നാലും ഇത് കറങ്ങും. ഇത് 10 പീസിന് 100 രൂപയാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യലാണ്, ഗ്രൗണ്ട് ചക്ര സ്പെഷ്യലാണിത്. അടുത്തത് നമ്മൾ അഗ്നി ബോംബ് എന്ന് പറയുന്ന ബോംബാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതും ഒരു ബോക്സിൽ 10 പീസായിട്ടാണ് വരുന്നത്. 200 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 3 കളറിലാണ് അവൈലബിൾ. റെഡ്, ഗ്രീന്, അതുപോലെ നമ്മുടെ നോർമൽ ചണത്തിൻ്റെ കളറ്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ചണത്തിൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട്. 10 പീസിന് 200 രൂപയാണ് ആയിട്ടുള്ളത് അഗ്നി ബോംബ്. ഇത് SKS എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അടുത്ത ഒരു വെറൈറ്റി സാധനം നമ്മുടെ ഫോട്ടോ ഫ്ലാഷ് എന്ന് പറയുന്ന ഐറ്റം ഇല്ലേ, അതിൻ്റെ തന്നെ ഫോട്ടോ ഫ്ലാഷ് നമ്മൾ സാധാരണ തറയെ വെച്ച് കത്തിക്കുന്നു. അതുപോലെ തന്നെ കൈ പിടിച്ച് കത്തിക്കുന്ന ഒരു സാധനമാണ് സെൽഫി സ്റ്റിക്ക് എന്ന് പറയും. ഇത് 2 പീസാണ് ഒരു ബോക്സ് വരുന്നത്. രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. 2 പീസാണ് വരുന്നത്. ഇതിന് നമുക്കായത് 90 രൂപയാണ് ഇതിന് വിലയായിട്ടുള്ളത്. അടുത്തത് ഫോക്കസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫെദർ പീക്കോക്കാണ്. അത് തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അജന്തയുടെ പീക്കോക്കിന് തന്നെ ഇതിന് 3 ഔട്ടാണ് വരുന്നത്. മറ്റേത് 5 ഔട്ടായിരുന്നെങ്കിൽ ഇതിന് 3 ഔട്ടേ വരുന്നുള്ളൂ. ഇവിടാണ് നമുക്ക് കമ്പിത്തിരി എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് തീ കൊളുത്താം. ഒരേ സമയത്ത് 3 ഇതായിട്ട് മയിൽ പീരി വിരിക്കുന്ന പോലെ തന്നെയുള്ള ഫങ്ഷൻ. ഇതിന് നമുക്ക് 130 രൂപയാണ് ഇതിന് വിലയായിട്ടുള്ളത് ഫെദർ പീക്കോക്കിന്. അടുത്തത് രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഐറ്റമാണ്. ഇതിനകത്ത് ഒരു ബോക്സിൽ 5 പീസാണ് വരുന്നത്. ഇത് നല്ല രസമാണ്. ഇത് കളറാണോ അതോ നോർമലാണോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഞാൻ 2 ടൈപ്പും പൊട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാ വർഷവും ഞാൻ വാങ്ങിക്കുന്നതാണ്. ഇത് എന്തായാലും നമുക്കിതിൻ്റെ വർക്കിംഗ് പിന്നെ കാണാം. 5 പീസായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് 100 രൂപ ആയിട്ടുണ്ട്. അടുത്തത് ഫോക്കസ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ കളർ കോട്ടി എന്ന് പറയുന്ന പൂക്കുറ്റിയാണ്, നമ്മുടെ മേശപ്പൂവാണ്. ഒരു ബോക്സിൽ ഇത് 10 പീസായിട്ടാണ് വരുന്നത്. നമുക്കിന്ന് 120 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് 2 കളറാണോ അതോ 1 കളറാണോ ഡൗട്ടാണ്. സാധാരണ കളർ കോട്ടിക്കകത്ത് റെഡും ഗ്രീനും കൂടെയാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ കളറാണെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കണം. ചിലപ്പോൾ റെഡും ഗ്രീനും നമുക്കിതിൻ്റെ കവറിങ്ങിൽ തന്നെ അറിയാൻ പറ്റുന്നതാ. എന്തായാലും നമുക്കിത് കത്തിക്കുമ്പോൾ അറിയാം, അല്ലാതെ വേറെ വഴിയില്ല.
ഇനി കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. ഇതിന് മുന്നേ നമുക്ക് ബോക്സിൽ ഇല്ലാഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇത് കളർ സ്മോക്കാണ്. ഇത് മൾട്ടി കളറാണ്. 3 പീസാണ് ഇതിനകത്ത് വരുന്നത്. കമ്പനി വലിയ ഐഡിയ ഇല്ല. ഇത് മൾട്ടി കളർ സ്മോക്കാണ്. 3 പീസാണ്. ഓരോ പൈപ്പിലും ഓരോ ഷെല്ലിലും മൾട്ടി കളറാണെന്നാണ് പറഞ്ഞത്. 2-3 കളറോളം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന് നമുക്ക് 170 രൂപയാണ് വിലയായിട്ടുള്ളത്. 3 പീസായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുണ്ട്. കാണിച്ചു തരാം. ഈ ഒരു സൈസ് വരുന്നുണ്ട്. പക്ഷേ ഇത്രയും ഫുള്ള് മരുന്ന് കാണത്തില്ല. അതായത് ഇവിടെ ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഈ ഒരു ഭാഗം വരെയൊക്കെ നമുക്ക് കാണത്തുള്ളൂ. അതിൻ്റെ മരുന്ന് മീൻസ് പൗഡർ കാണത്തുള്ളൂ. അടുത്തത് വയർ ചക്രമാണ്. അതായത് നമ്മുടെ കമ്പിച്ചക്രം എന്ന് പറയും. നമുക്ക് സാധാരണ ചക്രമൊക്കെ നമ്മൾ തറയിലിട്ടല്ലേ കത്തിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കൈ പിടിച്ച് കത്തിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത്. ഒരു ബോക്സ് 10 പീസായിട്ടാണ് വരുന്നത്. ഇത് കുമാർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഈ ഐറ്റം. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. നമ്മൾ സാധാ ചക്രം പോലെ തന്നെ, പക്ഷേ ഇത് നമ്മൾ കൈ പിടിക്കുക. അതായത് നമ്മൾ കമ്പിത്തിരി എന്തെങ്കിലും ഉപയോഗിച്ച് ഇവിടെ നിന്ന് കത്തിച്ച് കഴിഞ്ഞാൽ ഇതേ കിടന്ന് കറങ്ങും. നല്ല രസമായിരിക്കും. നമ്മൾ സാധാരണ തറയിൽ കിടന്നല്ലേ കറങ്ങുന്ന കാണുന്നത്. ഇത് കൈ കിടന്ന് കറങ്ങുന്ന കാണാൻ നല്ല രസമായിരിക്കും. ഇതിന് 120 രൂപയാണ്. 10 പീസിൻ്റെ ബോക്സിന് 120 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് അജന്ത എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു വെറൈറ്റി ഫാൻസി ഐറ്റമാണ്. എന്തായാലും നിങ്ങളെ ഞാനിത് ഈ വീഡിയോയുടെ അവസാനം പരിചയപ്പെടുത്താം. അടുത്തത് രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ബെഡ പീക്കോക്കാണ്. നമ്മൾ മുമ്പ് കണ്ടില്ലേ, ഫോക്കസിൻ്റെ 3 ഔട്ടുള്ളതും അതുപോലെ നമ്മുടെ അജന്തയുടെ 5 ഔട്ടുള്ള ചെറുതും കണ്ടില്ലേ. ഇത് അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ ബിഗ് സൈസാണ്. 5 ഔട്ട് ഇതിനും വരുന്നുണ്ട്. 5 ഔട്ടാണ് ഇതിനും വരുന്നത്. മേളിലാണ് കത്തിക്കേണ്ടത്. ഇതിന് 250 രൂപയാണ് വിലയായിട്ടുള്ളത്. അതായത് അജന്തയുടെ ആ സ്മോളിൻ്റെ പ്രൈസിന് നമുക്ക് ഇതിനായിട്ടുണ്ട്. അടുത്തത് നീലാത്തിരിയാണ്. 4 ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് നീലാത്തിരി. ഇത് നാടനാണ്. നീലാത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻഡിൽ എന്നൊക്കെ പറയും. പെൻസിലായി ക്യാൻഡിൽ എന്നൊക്കെ പറയും. ഇത്ര നീളം ഉണ്ടെങ്കിൽ ഇതിനൊരു ഇത്രയും ഭാഗം മരുന്ന് കാണും. ബാക്കി പിടിയായിരിക്കും. ഇത് നാടനാണ്. ഇതിന് നമുക്ക് 80 രൂപയാണ് വിലയായിട്ടുള്ളത്. 10 പീസുണ്ട്. ഇത് റെഡും ഗ്രീനും ആണെന്ന് തോന്നുന്നു. ഇത് കളറാണ്. റെഡും ഗ്രീനും ആണെന്ന് തോന്നുന്നു. ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് മേളിൽ വരുന്ന സൈസാണ്. ഇതും 10 പീസായിട്ട് വരുന്നതാണ്. 13 സെൻറ്റിമീറ്ററിൻ്റെ ക്യാൻഡിലാണ്. മറ്റേത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു മുമ്പ് കാണിച്ചത്. ഇത് 13 സെൻറ്റിമീറ്ററിൻ്റെ ക്യാൻഡിലാണ്. ഇത് നയാഗ്ര എന്ന് പറയും. അതെനിക്ക് തോന്നുന്നു നയാഗ്ര ഫോൾസ് പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഫങ്ഷൻ. ഇതിൻ്റെ ആ ഒരു ഔട്ടിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുന്നത്, ആ തീപ്പൊരിയെല്ലാം വീഴുന്ന ആ ഒരു ഫങ്ഷൻ അങ്ങനെ ആയിരിക്കണം. 10 പീസാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് നമുക്ക് 120 രൂപ ആയിട്ടുണ്ട്. 13 സെൻറ്റിമീറ്ററിൻ്റെ ക്യാൻഡിൽ. അതിന് തൊട്ട് മേളിൽ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇതൊരു ട്രൈ കളർ ഫൗണ്ടൈനാണ്. ഇത് 5 പീസേ വരുന്നുള്ളൂ. ഇത് 15 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. 15 സെൻറ്റിമീറ്ററിൻ്റെ 5 പീസ് മാത്രമേ ഉള്ളൂ. ഇത് ട്രൈ കളറാണ്. ഓരോ ഷെല്ലിലും മൾട്ടി കളറാണ്. ഒരു 3 കളറോളം വരുന്നുണ്ട്. ഇതിനകത്ത് ഔട്ട് വരുന്നുണ്ട്. 3 കളറോളം ഔട്ട് വരുന്നുണ്ട്. 15 സെൻറ്റിമീറ്ററിൻ്റെ ഈ ക്യാൻഡിലിന് 5 പീസിന് നമുക്ക് 120 രൂപയാണ് ആയിട്ടുള്ളത്. അടുത്തത് 3/4 ഇഞ്ച് വണ്ണം വരുന്ന ഇതാണ് ക്യാൻഡിലാണ്. നിലാത്തിരിയാണ്. ഇത് നാടൻ നിലാത്തിരിയാണ്. ഇതിന് നമുക്ക് 150 രൂപയാണ് ആയിട്ടുള്ളത്. 3 പീസ്. ഇത് നോർമൽ നമ്മുടെ നിലാത്തിരി വൈറ്റോ സിൽവറോ ഏതിലായിരിക്കണം. എന്തായാലും ഇതിന് നമുക്ക് 150 രൂപയാണ് ആയിട്ടുള്ളത് 3 പീസിന്. അത്യാവശ്യം നല്ല സൈസുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഇത്രയും വലിയ സൈസുള്ള നിലാത്തിരി ഞാൻ ഇതുവരെ കത്തിച്ചിട്ടില്ല. നമുക്ക് ഇത്തവണ കത്തിച്ച് നോക്കാം. ഇത് 30 സെൻറ്റിമീറ്ററിൻ്റെ സ്പാർക്കിൾസാണ്. ബർമ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് കളർ സ്പാർക്കിലറും ഇത് ഇലക്ട്രിക് സ്പാർക്കിലറുമാണ്.
രണ്ടിന് 50 രൂപ വെച്ചാണ് ആയിട്ടുള്ളത്. 30 സെൻറ്റിമീറ്ററിൻ്റെ സ്പാർക്ലർ. ഇതിൽ ഒരു ബോക്സിൽ 5 പീസാണ് വരുന്നത്. ഒരു ബോക്സിൽ 5 പീസ് സ്പാർക്ലറുകളാണ് വരുന്നത്. ഇലക്ട്രിക്കും കളറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം, ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നോർമലി സൗണ്ട് കാണത്തില്ല, പക്ഷേ രണ്ടിൻ്റെ ഒരേ എഫക്റ്റ് ആയിരിക്കും. ഗ്ലിറ്ററിങ് ആ ഒരു എഫക്റ്റ് രണ്ടിൻ്റെ ഒന്നായിരിക്കും. പക്ഷേ ഇലക്ട്രിക്കിന് സൗണ്ട് കുറവായിരിക്കും, സൗണ്ട് കാണത്തില്ല, പക്ഷേ സൈലൻ്റ് ആയിരിക്കും. എന്നാൽ കളറിനായിരിക്കും നല്ല പിരിവിരാന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. കാരണം അതിലാണ് നമ്മൾ ഒരു കവറിങ് വരുന്നത്. മറ്റേത് പ്ലെയിൻ ആയിരിക്കും, പക്ഷേ ഇത് പ്ലെയിൻ അല്ല. അതുകൊണ്ട് ഇത് ഈ പൊട്ടുന്ന പോലത്തെ സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ്. കളറിന് ഇലക്ട്രിക് ആണ്ട് നോർമലാണ്. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്ക് 12 സെൻറ്റിമീറ്ററിൻ്റെയാണ് എടുത്തേക്കുന്നത് സ്പാർക്ലർ. ഇതും കളർ സ്പാർക്ലറാണ്, സൗണ്ടുള്ള ടൈപ്പാണ്. ഇതിന് നമുക്ക് 30 രൂപയായിട്ടുണ്ട്. 10 പീസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അടുത്തത് 9 സെൻറ്റിമീറ്ററിൻ്റെ 5 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 9 സെൻറ്റിമീറ്ററിൻ്റെ 5 ഇലക്ട്രിക്കും 5 കളറും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് 9 സെൻറ്റിമീറ്ററിൻ്റെ കളറ്. ഇതിന് നമുക്ക് 15 രൂപ വെച്ചാണ് ഒരെണ്ണത്തിനായത്. മൊത്തം 75 രൂപ ആയിട്ടുണ്ട്. അതുപോലെ 9 സെൻറ്റിമീറ്ററിൻ്റെ ഇലക്ട്രിക്കും ഉണ്ട്. ഇത് ബർമയുടെയാണ്. ഇത് ശ്രീരുദ്ര ഫയർ വർക്സിൻ്റെ ആണ്. ഈ 9 സെൻറ്റിമീറ്ററിൻ്റെ ശ്രീരുദ്ര ഫയർ വർക്സ് ആയിരുന്നു. ബാക്കിയെല്ലാം 30-ൻ്റേതും 12-ൻ്റേതും അതുപോലെ ഈ 9-ൻ്റെ എല്ലാം നമുക്ക് ബർമയാണ് ഇരിക്കുന്നത്. ബർമയുടെ ഇലക്ട്രിക് സ്പാർക്ലറാണ്. നമുക്ക് നോക്കാം. ഇതിനും 15 രൂപയാണ്. 10 പീസാണ് വരുന്നത്. 15 രൂപ ആയിട്ടുണ്ട്. ഇത് കവറിനകത്താണ് വന്നേക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളൊരു മെയിൻ ഐറ്റം ഉണ്ട്, 30 ഷോട്ട്. ഇത് രാജ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫെരാരി എന്ന് പറയുന്ന ഷോട്ടാണ്. 30 ഷോട്ടാണ് വരുന്നത്. സിംഗിളായിട്ട് വരുന്ന മേളിൽ പോയി പൊട്ടി വിരിയുന്ന ടൈപ്പ് ഷോട്ടാണ്. ഇതിന് നമുക്ക് 600 രൂപയാണ് വിലയായിട്ടുള്ളത്. ഈ ഒരു ഷോട്ടിന് 600 രൂപയാണ് നമുക്ക് വിലയായിട്ടുള്ളത്. അടുത്തത് അജന്ത എന്ന് പറയുന്ന കമ്പനിയുടെ മാജിക് ബുസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇത് ഞാൻ ഇതുവരെ കത്തിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റിലാണ്ട് ഇറങ്ങിയ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതിന് 190 രൂപയാണ് നമുക്ക് വില വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഇതിൻ്റെ അകത്ത് എന്താ സംഭവം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നേക്കുന്നത്. ഇതാണ് ഐറ്റം. ഒരു വെറൈറ്റി ഐറ്റമാണ്. കണ്ടിട്ട് ചാട്ടവാറ പോലൊക്കെ ഇരിക്കുന്നു. ഒരു ചാട്ടവാറാണോ? നല്ല പാക്കിങ്ങിലൊക്കെ വന്നേക്കുന്നത്. ഇതിനോട് യൂസർ മാനുവൽ പോലെ എന്തോന്ന് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി അവർ പറഞ്ഞേക്കുന്നത്, ഇത് കൈ പിടിച്ച് കത്തിക്കരുത്, ഇതെവിടെയെങ്കിലും സർഫസിൽ തറയിൽ വെച്ച് വേണം കത്തിക്കാൻ. അതുപോലെ തീപ്പെട്ടി കൊണ്ടൊന്നും ഈ ഉരച്ച് കത്തിച്ച് അങ്ങനെയുള്ള പരിപാടിയും ചെയ്യരുത്. ഇച്ചിരി നീളമുള്ള, അല്ലെങ്കിൽ അതായത് നമ്മുടെ കമ്പിത്തിരിയോ അല്ലെങ്കിൽ നമ്മുടെ ചാട്ടയുണ്ടല്ലോ, ചാട്ട മറ്റേ വള്ളിത്തിരി, അതോ അതുപോലെ എന്തുവാ പറയുന്നത്, വലിയ സാമ്പ്രാണി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഈ ഫ്യൂസിലൊന്ന് തിരി കൊടുക്കുക, മാറുക. പെട്ടെന്ന് തന്നെ തീ പിടിക്കും. ഇത് ക്രാക്ലിംഗ് എഫക്റ്റോട്, നല്ല സൗണ്ടോടുകൂടി നല്ല ക്രാക്ലിംഗ് എഫക്റ്റോടുകൂടി കത്തുന്ന ഒരു ഐറ്റമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അജന്തയുടെ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നല്ല ബ്രാൻഡാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ പിന്നീട് നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നമ്മൾ ഈ പടക്കങ്ങളെല്ലാം തന്നെ വാങ്ങിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ന്യൂ സെന്റ് ജോർജ് ഫയർ വർക്കിൽ നിന്നുമാണ്. ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിൽ പോലീസ് സ്റ്റേഷന് നേരെ എതിർവശത്തായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഷോപ്പിൽ ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഏറ്റവും മിതമായ നിരക്കിലാണ് ഇവർ പടക്കങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ പടക്കങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ കടയുടെ ലൊക്കേഷനും അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ തന്നെ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.